കുറേ ടേബിളുകൾ ഉണ്ടാവും, കുറേ കോളമുകൾ ഇങ്ങനെ ഉണ്ട്, 4 കോളം ഇവിടെ 4 കോളം അവിടെ, ഈ കോളത്തിൽ ഇത് എഴുതുക, ഈ കോളത്തിൽ അത് എഴുതുക. അതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ അർത്ഥം എന്താണ്, അങ്ങനെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് അക്കൗണ്ടൻസി ആയി മാറുന്നത്. സർ, അതുപോലെ സർ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് നമ്മുടെ കൊമേഴ്സിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് തന്നെ പറയാം. അത് വളരെ പാടാണെന്നും വളരെ ബോറിംഗ് ആണെന്നും ഒക്കെ ഉള്ള ഒരു പൊതുവായ ധാരണയുണ്ട്. ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ അനായാസമായിട്ടാണ് സാർ എടുക്കുന്നത്. സാറിൻ്റെ ട്രേഡ് സീക്രട്ട് എന്താണ്? അപ്പോൾ നമ്മൾ സയൻസിൽ മാത്സ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര അവരുടെ ഒരു പേടിയാണ്. അതേപോലെ തന്നെയാണ് കൊമേഴ്സിൽ. അപ്പോൾ സയൻസ് ടഫാണ്, മാത്സ് ഉണ്ട് എന്ന് വിചാരിച്ചാണ് കൊമേഴ്സ് എടുക്കുക. അപ്പോൾ ചോദിക്കുക അവിടെ അക്കൗണ്ടൻസി ഇല്ലെന്നാണ്. ഈ ഒരു സിസ്റ്റമാണ് അവിടെ ഉണ്ടാവുക. ഈവൻ ലാസ്റ്റ് വീക്ക് എൻ്റെ ബ്രദർ +2 കൊമേഴ്സ് പഠിക്കുകയാണ്. അവർ സ്കൂൾ മീറ്റിംഗ് പോയ സമയത്ത് ടീച്ചേഴ്സ് അവിടെ പാരൻസിനോടൊക്കെ പറയാണ് അക്കൗണ്ടൻസി അല്ലാത്ത ബാക്കി എല്ലാ വിഷയങ്ങളും സിമ്പിളാണ്, എന്നിട്ടും മാർക്ക് കുറഞ്ഞു. അപ്പോൾ ഈവൻ ടീച്ചേഴ്സ് പോലും ആ ഒരു കോൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന അല്ലെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വരുന്ന കുട്ടികളെ ഈ ഒരു തോട്ട് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നും മാറ്റുക, അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ആ ഒരു വാശിയോടുകൂടെ തന്നെയാണ് ക്ലാസ് എടുക്കാറുള്ളത്. ബിസിനസ്സിൻ്റെ ഭാഷയാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. നമ്മൾ റീസെൻ്റ്ലി മരണപ്പെട്ട എക്കണോമിസ്റ്റ് ആയിട്ടുള്ള വാരൻ ബഫറ്റൊക്കെ അക്കൗണ്ടൻസി ഇസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറയാറുള്ളത്. കുറേ ടേബിളുകൾ ഉണ്ടാവും, കുറേ കോളമുകൾ ഇങ്ങനെ ഉണ്ട്, 4 കോളം ഇവിടെ 4 കോളം അവിടെ, ഈ കോളത്തിൽ ഇത് എഴുതുക, ഈ കോളത്തിൽ അത് എഴുതുക. അതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ അർത്ഥം എന്താണ്, അങ്ങനെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് അക്കൗണ്ടൻസി ആയി മാറുന്നത്. അക്കൗണ്ടൻസി കാണാതെ പഠിക്കരുത്. ഒരു പ്രോബ്ലം പേപ്പറാണ്, കാണാതെ പഠിക്കരുത്. അപ്പോൾ സാറേ അപ്പോൾ സ്റ്റുഡൻസ് ചോദിക്കുന്നത് സാർ എക്സാമിൽ തിയറിറ്റിക്കൽ ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാനൊരു 2 പേജിൽ തിയറി കൊടുക്കും. 2 പേജിൽ സെലക്റ്റഡ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന തിയറികൾ 2 പേജിലായിട്ട് അവർക്ക് കൊടുക്കും. പിന്നെ ബാക്കിയുള്ള പ്രോബ്ലംസുകളൊക്കെ നമ്മൾ എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ള രീതിയിൽ, എന്തിനാണ് ഇതിങ്ങനെ എന്നുള്ള രീതിയിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസിലൂടെ നമുക്കിത് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. അവർക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ആവും, അവർക്കത് പഠിക്കാനുള്ള താല്പര്യം വരും. കാരണം ഈ അക്കൗണ്ടൻസി ഇഷ്ടപ്പെടുമ്പോഴാണ് ആക്ച്വലി കൊമേഴ്സ് ഇഷ്ടപ്പെടുക പ്രധാനമായിട്ട്. കാരണം എവിടെ പോവുകയാണെങ്കിലും, കൊമേഴ്സിൻ്റെ കരിയറിലേക്ക് പോവുകയാണെങ്കിലും, വേറെ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും, എവിടെയാണെങ്കിലും ഞാൻ തന്നിട്ട് പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടൻസി ഉണ്ട്. അപ്പോൾ ഇത് സെറ്റായാൽ അക്കൗണ്ടൻസിയുടെ ബേസ് നമ്മൾ സെറ്റാക്കുന്നത് ഈ ഒരു സമയത്താണ്. അത് അടിപൊളിയായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. കാണാതെ പഠിക്കാതെ തന്നെ അവർ പലപ്പോഴും പറയാറുള്ളത് സാറേ ഒരുപാട് ജേണൽ എൻട്രികൾ. അപ്പോൾ അതൊന്നും കാണാതെ പഠിക്കാതെ അവർക്ക് കോൺസെപ്ച്വലി റിയൽ ലൈഫ് എക്സാമ്പിൾസിലൂടെ എൻഗേജ് ചെയ്തുകൊണ്ട് അവരെ പഠിപ്പിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, നല്ല എനർജറ്റിക് ആയിട്ട് അവരെ ബോറടിപ്പിക്കാത്ത രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്.